വെബ് സീരീസ് ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് റംബൂട്ടാൻ കഴിക്കാം. പപ്പിക്കോട്ടം കൊടുത്തു നോക്കാം. ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയി. അവിടെ പഴുത്ത് വരുന്ന കുറച്ച് റംബൂട്ടാൻ ഉണ്ടായിരുന്നു. പഴുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുള്ള് പറിച്ചുകൊണ്ട് പോന്നു. ഫുള്ള് പറിച്ചില്ല കേട്ടോ, കുറേ അവിടെ നിൽപ്പുണ്ട്. അതിൽ കുറച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി പറിച്ചതിൻ്റെ ഇടയ്ക്ക് മരത്തെ ഇരുന്ന് കുറച്ച് കഴിച്ചു. പോരുന്ന വഴിക്ക് കുറച്ച് കഴിച്ചു. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് കഴിച്ചു. സഹോദരനാണെന്നേ പറയുള്ളൂ. അങ്ങനെ വണ്ടി ഇരുന്ന് കഴിച്ചു. അങ്ങനെ പോരുന്ന വഴിക്ക് മൊത്തം കഴിച്ച് വന്ന് എന്നാൽ പിന്നെ പപ്പിക്കോട്ടൻ ഒന്ന് കൊടുത്ത് നോക്കാം. പപ്പിക്കോട്ടൻ എപ്പോഴാണ് റെഡിയാ? അതിന് കുരു കൊടുക്കുന്നില്ല കേട്ടോ, ഫ്രഷ് മാത്രം പൊളിച്ച് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അപ്പൂഷ് കൊണ്ടുപോകണോ? തിന്നോ? അങ്ങനെ ഞാണോ ഇഷ്ടപ്പെട്ടോ? അവിടെ ഇരിക്കാം. സെറ്റ് പുള്ളിക്ക് അങ്ങനെയാണ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവേശമാണ്. ആണോ? ഫുള്ളായിട്ടുള്ള വേണമെന്നാണ് പറയുന്നത്. സീഡ് കഴിക്കാൻ കൊള്ളൂല. സീഡ് നീ കഴിക്കില്ലേ? ഉള്ളതാടാ? നല്ലതാണോടാ? നല്ലതാണോടാ? മതി സീഡുണ്ട്. ഡ്രോപ്പ് വിട്ടേ. സീഡ് കഴിക്കാൻ കൊള്ളൂല കേട്ടോ. ഇത് പപ്പിക്കൂട്ടൻ റംബൂട്ടാൻ പൊളിച്ചോളൂ കേട്ടോ. ഒരു കുഞ്ഞു പീസ് അങ്ങ് കഴിച്ചുള്ളൂ. കടിച്ചു പറിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രഷറോട് പറയാനുണ്ടോ? എനിത്തിങ്? റംബൂട്ടാനിലെ ചിക്കൻ കാലാണോ പറയുന്നത്? അടുത്തായി റംബൂട്ടാൻ ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് പാണ്ടക്കുട്ടൻ. എന്നാ പാണ്ടു, ഇത് കഴിഞ്ഞ ദിവസമേ കമൻറ്റ് ചോദിക്കുന്ന കേട്ടോ, പാണ്ടനോട് സ്നേഹമൊന്നുമില്ല, തിരിച്ച് വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെയല്ല, പപ്പിക്കുട്ടനുണ്ടെങ്കിൽ സ്നേഹം കൂടുതലുണ്ടെന്നുള്ളൂ, തിരിച്ച് വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതൊക്കെ. പിന്നെ പപ്പിക്കുട്ടൻ ട്രെയിനിങ് നല്ലപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് വെബ് സീരീസിന് ഷൂട്ടിങ്ങിനൊക്കെ എളുപ്പമാണ്. അവനെ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഓക്കെയാണ്. പാണ്ടു ഇത് ഇഷ്ടമില്ലേ? ഇത് വേണ്ടേ? ആണോ? തരാ ഇവിടെ തരാ അതാ ഇവിടെ തരാ. വേണ്ടെങ്കിലും ഞാൻ എടുക്കും എന്നുള്ള ടെൻഷനിൽ പുള്ളി കഴിക്കുകയാണ്. വെയിറ്റ്, എന്നാ ഓർമ്മ തരാം. നോ വെയിറ്റ്. വേണോ? ഇത് വേണോ? ഇത് പാണ്ടു ഇവിടെ പാണ്ടു വെയിറ്റ് സിറ്റ്. മിടുക്കന്മാരല്ല. റംബൂട്ടാൻ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, കടിച്ചു തുപ്പാൻ ഇഷ്ടമാണ്. ഫേസൊക്കെ വേറെ രീതിക്കാണ്. സിറ്റ് കൊണ്ട് സിറ്റ്. ഇതാണോ സിറ്റ്? കൊണ്ട് വെയിറ്റ്. ഇവിടെ എനിക്കിതാ. ഡ്രോപ്പ് തടാ. കണ്ടോ, താടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാതിരിക്കാൻ വേണ്ടി അവൻ തിന്നേ. ആ കഷ്ണം തിന്നു കേട്ടോ അവൻ.
മെടുക്കൻ മെടുക്കനാണല്ലോ. നമ്മൾ തിന്നാത്ത തന്നെ അല്ലേ? പാണ്ടോ ഡാ ഡാ ഇതെത്രയാ? ഇതെത്രയാ? ഇതെത്രയാടാ പാണ്ടു? ഓ തിന്നുന്ന തിരക്കണം കാണിച്ച് ഒപ്പിക്ക്. ഇതെത്രയാ? ഇങ്ങനെ റംബൂട്ടാനും തിരിച്ച് ഇളം വെയിലത്ത് നിരത്തി നിർത്തി കുളിപ്പിച്ച് ഷോ കാണിക്കുന്നതിനാണോ ചേട്ടാ ഈ പട്ടിഷോ എന്ന് പറയുന്നത്? അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെറിയ ഷോ ഇവിടെ തീർക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴൊക്കെ ഡോഗിനെ അല്ലെങ്കിൽ പൂച്ചേനെ കൈകാര്യം ചെയ്യുന്നു അപ്പോഴൊക്കെ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ടിരിക്കാൻ ഓർക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്സിനേഷൻ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ചയായിക്കോട്ടെ പട്ടിയായിക്കോട്ടെ എല്ലാത്തിനെയും എല്ലാ വർഷവും പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ എടുത്തിരിക്കണം. ഓർക്കുക, ഇത് സൗജന്യമാണ്. ഗവൺമെൻറ്റിൻ്റെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 2-3 വീടുകളിൽ അടുത്തുള്ള വീടുകളിൽ ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ വേണമെങ്കിലും എടുത്തോളും. അതുപോലെ തന്നെ കൂടുതൽ പട്ടികളെയും മറ്റും കൈകാര്യം ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഉള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. നമുക്കത് പട്ടി കടിച്ചതിന് മുമ്പും എടുക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ എടുക്കാൻ ഓർക്കുക. അതിനെപ്പറ്റി ഒരു വീഡിയോ വരുന്ന ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, ടാറ്റാ.